ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖഹിൻ്റെ 324 ക്ലാസ്സിൽ കോടതിയിലെ കേസും വാദങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മസ്അല. തർക്കങ്ങളും കേസൊക്കെ വരുമ്പോൾ അവിടെ വാദങ്ങൾ നിരത്തുമ്പോൾ ആ വാദത്തിന് 6 കാര്യങ്ങളാണ് ഷർത്ത്. അതിൽ വസാനി രണ്ടാമത്തെ ഷർത്ത് കൗനുഹ മുഅയ്യനത്തൻ, ആ വാദം ഒരു നിർണയിക്കപ്പെട്ടതായിരിക്കണം. ഫലാ തുസ്മഉ അലാ ഗൈരി മുഅയ്യനിൻ. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നിർണിത വ്യക്തി അല്ലാത്ത വ്യക്തിയുടെ എതിരിൽ വാദങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കപ്പെടുകയില്ല. കമാലോ കാല, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വാദിക്കുകയാണ്, ഖത്തലഹു അഹദു ഹഉലാഇ, ഇന്ന വ്യക്തിയെ കൊന്നത് ഈ കൂട്ടരിൽ ഒരാളാണ്. ഈ കൂട്ടർ എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട്. അതിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അതൊരു നിർണയിക്കപ്പെട്ട ആളല്ലല്ലോ, ഒരു നിർണിത വ്യക്തിയല്ല അത്. ഇവരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ അതൊരു അവ്യക്തത ഉള്ള കാര്യമാണ്. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഒരവ്യക്തമായ നിലയിൽ വാദം കൊണ്ടുവന്നാൽ കോടതി, ഇസ്ലാമിക കോടതി അത് കേൾക്കുകയില്ല. വലാമിൻ ഗൈരി മുഅയ്യനിൻ, അതേപോലെ ഒരു നിർണിത വ്യക്തി അല്ലാതെ ആണ് വാദിക്കണതെങ്കിൽ അവിടെയും കേൾക്കുകയില്ല. ഉദാഹരണം, കമാ ഇദാ ഖാല വാഹിദും മിൻ ജമാഅത്തിൻ, ഒരു സംഘം ആളുകളുണ്ട്, അതിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, നദ്ദഇ അലാ ഹാദാ അന്നഹു ഖതല ഫുലാനൻ, ഞങ്ങൾ ഈ ആൾക്കെതിരിൽ വാദിക്കുന്നു, അയാൾ ഇന്ന വ്യക്തിയെ കൊന്നിരിക്കുന്നു, ഞങ്ങൾ വാദിക്കുന്നു എന്ന്. അപ്പം ആരായി വാദം ഉന്നയിക്കുന്നത്? ഒരു നിർണിത വ്യക്തിയല്ല. ഒരു സംഘം ആളുകൾ വന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണോ അവിടെ വാദം ഉന്നയിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു 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 പ്രത്യേക വ്യക്തിയുടെ വാദമല്ല അത്. അതുകൊണ്ട് അത് അംഗീകരിക്കുകയില്ല. വസാലിസു, മൂന്നാമത്തെ നിബന്ധന കൗനുഹ മുൽസിമത്തൻ, ഈ വാദം ആർക്കെതിരിലാണോ ഒരു വിഷയം ഉന്നയിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ മേൽ ഒരു കാര്യത്തിനെ, ഒരു ബാധ്യതയെ ഇപ്പോൾ തന്നെ നിർബന്ധമാക്കുന്നതായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഫലാ തുസ്മഉ, അപ്പോൾ കേൾക്കപ്പെടുകയില്ല, വാദം കേൾക്കപ്പെടുകയില്ല. ഫീമാ ലാ യതഅല്ലഖു ബിഹാ ഇൽസാമുൻ ഫിൽ ഹാലി, ആ വാദം ഉന്നയിച്ചിട്ട് അത് കാരണമായിട്ട് ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പ്രതിയായ ആൾ എന്ന് പറഞ്ഞാൽ ആർക്കെതിരിലാണോ വാദം വരുന്നത്, ഒരാളൊരു അവകാശം കൊടുക്കാനുണ്ടെന്നാണല്ലോ പറയണത്, ആ ആൾക്ക് ഇപ്പോൾ ഒരു ബാധ്യതയും അതുകൊണ്ട് വരികയില്ല, ഈ വാദം ഇവിടെ കൊണ്ടുവന്നു എന്നതുകൊണ്ട്. ഉദാഹരണം, ദൈനിം മുഅജ്ജലിൻ, അവധി നിശ്ചയിക്കപ്പെട്ട കടം പോലെ. ഒരാൾ വന്നിട്ട് ഒരു വാദം ഉന്നയിക്കുകയാണ്, എനിക്ക് ഈ അബ്ദുള്ള 10,000 രൂപ തരാനുണ്ട്, 6 മാസം കഴിഞ്ഞ് എനിക്ക് തരണം എന്ന നിലയിൽ ഞാൻ അവധി വച്ച് കടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത് കൊണ്ട് അബ്ദുള്ള എന്ന് പറയുന്ന എതിർകക്ഷി ഇപ്പോൾ 10,000 രൂപ ഈ വാദിച്ചയാൾക്ക് കൊടുക്കാനുണ്ടാവില്ലല്ലോ. കാരണം ഇയാൾ 6 മാസം അവധി വച്ചിട്ട് കടം കൊടുത്തിട്ടുണ്ട്, അവധിക്ക് കടം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. അവധി വച്ച് കടം കൊടുത്തപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടല്ലേ ബാധ്യതയുള്ളൂ കൊടുക്കൽ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു വാദം ഇപ്പോൾ കൊടുത്തിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? അതുപോലെ തന്നെ വഹിബത്തിൻ ഗൈരി മഖ്ബൂദത്തിൻ, ഏറ്റുവാങ്ങൽ നടക്കാത്തതായ സംഭാവന. ഒരാൾ വേറൊരാൾക്കൊരു സംഭാവന കൊടുത്ത്, ആ സംഭാവന എന്നുള്ളത് അത് കറക്റ്റായിട്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയാകണമെങ്കിൽ ആർക്കാണോ ഇത് കിട്ടിയത് ആ വ്യക്തി അത് ഏറ്റുവാങ്ങണം. ഖബള് നടക്കണം, ഏറ്റുവാങ്ങണം. അങ്ങനെ ഏറ്റുവാങ്ങൽ നടന്നില്ല, ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ കൊടുക്കണ ആൾ. എന്നിട്ട് പിന്നെ ഈ കിട്ടേണ്ടയാൾ വാദവുമായി വന്നിരിക്കുകയാണ്, എനിക്ക് അയാൾ
ഇന്ന സാധനം തരാനുണ്ട്, തരാന്ന് പറഞ്ഞാണ് തന്നിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല, ആ സാധനത്തെ ഏറ്റുവാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ സംഭാവന, അതിൻ്റെ നടപടി പൂർത്തിയായിട്ടുമില്ല. സംഭാവന അവിടെ കറക്റ്റല്ല. കാരണം ഏറ്റുവാങ്ങൽ നടക്കുമ്പോഴാണ് സംഭാവന പൂർണ്ണമാവുള്ളൂ. അങ്ങനെയാ. അപ്പോൾ ഈ പറയുന്ന രൂപങ്ങളിലൊന്നും ഈ തത്സമയം ഇവിടെ ആർക്കെതിരിൽ വാദിക്കപ്പെടുന്നോ ആ ആൾ ഒന്നും കൊടുക്കാൻ ബാധ്യതയില്ല ഇവിടെ. അങ്ങനെയുള്ള വാദങ്ങൾ കോടതി എടുക്കുകയില്ല. വറാബിയു, നാലാമത്തേത്, അല്ലാ തസ്ബിഖഹ ദഅവൻ തുനാഖിദുഹ. ഇപ്പം നടത്തുന്ന ഈ വാദത്തിനോട് നേരെ എതിരായൊരു വാദം ഈ വാദത്തിൻ്റെ മുന്നിൽ ആദ്യം വരാതിരിക്കലാണ്. ഉദാഹരണം, കമാലവുക്കാല, ഒരാൾ വന്നിട്ട് വാദിച്ചു, ഖതലഹു സെയ്ദുൻ വഹദ, സെയ്ദ് ഒറ്റക്കാണ് ആ ആളെ കൊന്നത് എന്നൊരാൾ വാദിച്ചു. സുമ്മകാല, പിന്നെ ആ ആൾ തന്നെ പറയാണ്, ഖതലഹു അംറും വഹദ, ആ കൊല്ലപ്പെട്ട ആളെ കൊന്നത് അമ്രു ഒറ്റക്കാണ് കൊന്നത്. അപ്പം അമ്രു ഒറ്റക്കാന്ന് ഇപ്പോൾ വാദിക്കുകയാണ്. ആ വാദത്തിൻ്റെ നേരെ എതിർവാദം സെയ്ദ് ഒറ്റക്കാണ് കൊന്നത് എന്ന് ആദ്യം വാദിച്ചു പോയി, ആദ്യം ഇതിൻ്റെ മുമ്പ് വന്നുപോയി. അപ്പം ആ രണ്ടാമത്തെ വാദത്തിനൊരു പ്രസക്തിയുമില്ല, അംഗീകാരമില്ല. ഫലാ തുസ്മഉ ദഅവാഹു സാനിയത്തു, അവിടെ രണ്ടാമത്തെ വാദം കേൾക്കപ്പെടുകയില്ല. ആദ്യത്തെ വാദം അതിന് അംഗീകാരമുണ്ടാകും. വൽഖാമിസു, അഞ്ചാമത്തെ നിബന്ധന, കൗനു കുല്ലിമ്മിനൽ മുദ്ദഈ വൽ മുദ്ദഅ അലൈഹി മുകല്ലഫൻ, ആരാണോ വാദിക്കുന്നത് അയാളും ആർക്കെതിരിലാണോ വാദിക്കപ്പെടുന്നത് ആ ആളും ഇത് രണ്ടുപേരും മുകല്ലഫായിരിക്കണം, പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവരായിരിക്കണം. ഫലാ തുസ്മഉ മിൻ സ്വബിയ്യിൻ വ മജ്നൂനിൻ, അപ്പോൾ വാദവുമായി കോടതിയിൽ വന്നത് ഒരു കുട്ടിയാണ്, വാദവുമായി വന്നത് ഭ്രാന്തനാണ്. അപ്പം അവർ മുദ്ദഈയാകുന്നു, വാദിക്കുന്നവനാകുന്നു, പറ്റൂല. വല അലൈഹിമ, കുട്ടിക്കെതിരിൽ ഭ്രാന്തനെതിരിൽ വാദം നടന്നു, ആരോ വാദവുമായി വന്നു, അംഗീകാരമില്ല, അതിനൊന്നും അംഗീകരിക്കുകയില്ല. വസാദിസു, ആറാമത്തെ നിബന്ധന, കൗനു കുല്ലിൻ മിൻഹുമ മുൽതസിമൻ ലി അഹ്കാമിന, ഈ പറയണ മുദ്ദഈ വാദിക്കുന്നവൻ, മുദ്ദഅ അലൈഹി ഏതൊരാൾക്കെതിരിലാണോ വാദം ആ ആള്, ഈ രണ്ടുപേരും നമ്മുടെ ഇസ്ലാമിക വിധി വിലക്കുകളെ കണക്കാക്കുന്നവനും സ്വീകരിക്കുന്നവനുമാകണം. ഫലാ തുസ്മഉ മിൻ ഹർബിയിൻ, അപ്പം ഹർബിയായ കാഫിർ, മുസ്ലിമീങ്ങളുമായി സമരം മനോഭാവത്തോടെ നടക്കുന്ന കാഫിർ, ആ കാഫിർ വന്നിട്ട് വാദമുന്നയിച്ചാൽ ആ വാദം എടുക്കുകയില്ല. വല അലൈഹി, അവൻ്റെ എതിരിൽ വാദവുമായി ആരെങ്കിലും വന്നാൽ അതും എടുക്കുകയില്ല, കേൾക്കപ്പെടുകയില്ല. അടുത്തതായിട്ട് നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്നത് ഫുറൂദുൽ കിഫായ, സാമൂഹ്യ ബാധ്യതകൾ. ഫുറൂദുൽ കിഫായത്തി കസീറത്തുൻ, നമുക്കറിയാം ഫർളുകൾ രണ്ട് തരമുണ്ട്, ഫർള് ഐൻ, ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ബാധ്യത, ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യത. സാമൂഹ്യ ബാധ്യതകളാണ് പറയണത്, അത് കുറേ ഉണ്ട്. മിൻഹ, ആ സാമൂഹ്യ ബാധ്യതകളിൽ പെട്ടതാണ് മാ തഅ്തി, താഴെ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്പറിട്ട് ഉസ്താദ് ഇവിടെ എണ്ണുന്നുണ്ട്. 11 കാര്യങ്ങളാണ് ഈ ചെറിയ കിതാബിൽ എണ്ണി കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഫർള് കിഫായയാണ്, സാമൂഹ്യ ബാധ്യതകളാണ്. ഖിയാമുൻ, സാമൂഹ്യ ബാധ്യത എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൽ ആരെങ്കിലുമൊക്കെ അത് നിർവഹിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം ഖിയാമും ബി ഹുജജിം ദീനിയ, ദീനിയായ തെളിവുകൾ സ്ഥാപിക്കലും അത് ആവശ്യമാകുന്നിടത്തൊക്കെ ആ തെളിവുകൾ അവതരിപ്പിക്കലും.
ദീനിയായ തെളിവുകൾ, പരിശുദ്ധ ദീൻ ഹക്കാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ അത് പറയാനും സമർത്ഥിക്കാനും കഴിയുന്നവർ വേണം. അത് സാമൂഹ്യ ബാധ്യതയാണ്. വഹല്ലിൽ മുഷ്കിലാത്തി ഫിദ്ദീനി, അതേപോലെ ദീനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഷ്കിലാത്ത്, സംശയകരമായ കാര്യങ്ങൾ, അതിനൊക്കെ നിവാരണം നടത്താൻ ഉള്ള ആളുകൾ വേണം. അങ്ങനെയുള്ള നിവാരണം നടത്തൽ, പരിഹാരങ്ങൾ പറയൽ, അത് സാമൂഹ്യ ബാധ്യതയാണ്. ഹത്താ തന്തഫിഅ ശുബ്ഹാത്തു വതസ്ഫു വൽ ഇഅ്തിഖാദാത്തു, സംശയങ്ങളൊക്കെ തള്ളിപ്പോകുവാനും വിശ്വാസങ്ങൾ വളരെ തെളിമയിൽ വളരെ സുന്ദരമായി ഇവിടെ നിലനിൽക്കാനും വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയാണ്. അപ്പം അതിന് പറ്റുന്നവർ ഉണ്ടാകണം. അതിന് പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ നടന്നാൽ അതിന് പറ്റുന്നവരാകൂല. അതിന് പറ്റണമെങ്കിൽ നന്നായിട്ട് പഠനങ്ങൾ നടത്തണം, ഇൽമ് നേടണം, വിവരങ്ങൾ ഉണ്ടാകണം. അപ്പോഴല്ലേ ഇപ്പം ഈ പറയുന്ന സംഗതി നടക്കുകയുള്ളൂ. പാണ്ഡിത്യമുണ്ടാകണം. അങ്ങനെ പാണ്ഡിത്യമുള്ളവർ ഉണ്ടാകൽ സാമൂഹ്യ ബാധ്യതയാണ്. അങ്ങനെ പാണ്ഡിത്യവുമായി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു കാര്യം കൂടി സാമൂഹ്യ ബാധ്യതയായിട്ട് താഴെ പറയാണ്. ഖിയാമുൻ ബി ഉലൂമിൻ ശർഇയ്യത്തിൻ, ശർഇയായ വിജ്ഞാനങ്ങൾ പഠിക്കുകയും അത് പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആളുകൾ നിലകൊള്ളണം, അത് നടപ്പാകണം. ശർഇയായ ഇൽമുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ വിവരണം, തഫ്സീർ, തിരുസുന്നത്തിൻ്റെ വിവരണം, ഹദീസുകളുടെ വിവരണം, അതേപോലെ തന്നെ ഫിഖ്ഹ്, കർമ്മശാസ്ത്രപരമായ വിവരണങ്ങൾ, ഇതൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ആത്മീയമായ ശുദ്ധീകരണത്തിന് ആവശ്യമുള്ള തസവുഫ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശർഇയായ ഇൽമുകൾ. അത് കൈകാര്യം ചെയ്യണം. അത് ഒരു നാട്ടിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ആളുണ്ടാകണം. ഇനി ഒമാ യതഅല്ലഖു ബിഹാ, ഈ പറഞ്ഞ ശർഈ ഇൽമുകളോട്, വിജ്ഞാനങ്ങളോട് ബന്ധിച്ച് നിൽക്കുന്ന മറ്റ് വിജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. ശർഈ വിജ്ഞാനങ്ങൾ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശർഈ വിജ്ഞാനങ്ങൾ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഉലൂമുൽ ആലാത്ത് എന്നറിയപ്പെടുന്ന വേറെ ചില വിവരങ്ങളുണ്ട്. അറബി ഭാഷയുടെ പഠനം, അറബി ഭാഷയുടെ തന്നെ ഗ്രാമർ പഠനം, അതേപോലെ തന്നെ സാഹിത്യ പഠനം, അങ്ങനെ കുറേ വിജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യണം. അതൊക്കെ സാമൂഹ്യ ബാധ്യതയാണ്. ഹത്താ യത്തിമ്മൽ ഖലാഉ വൽ ഇഫ്താഉ, ഖലാഉം അഥവാ കാളിയായിട്ടുള്ള ഡ്യൂട്ടി നിർവഹണം, അതേപോലെ ഫത്വ കൊടുക്കൽ, ഇതൊക്കെ പൂർത്തിയാകണമെങ്കിൽ ഈ പറഞ്ഞ ഇൽമുകളുടെ കൈകാര്യങ്ങൾ വേണം. അപ്പം നാട്ടിലാരെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടാകൽ ബാധ്യതയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ദഫഉ ലറരി കുല്ലി മഅസൂമിൻ, എല്ലാ സുരക്ഷിതത്വം കൊടുക്കപ്പെടുന്ന, ഇസ്ലാമിക ശരീഅത്ത് സുരക്ഷിതത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ ആരുണ്ടോ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളെ, അവർക്ക് വരാവുന്ന പ്രയാസങ്ങളൊക്കെ തട്ടിക്കളയൽ എന്നുള്ളതും സാമൂഹ്യ ബാധ്യതയാണ്. ഈ സുരക്ഷിതത്വം കൊടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ആൾ അതിൽപ്പെട്ടതാണ്. ഔ ദിമ്മീൻ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ കരം തന്ന് നികുതി തന്ന് ജീവിക്കുന്ന മുസ്ലിമല്ലാത്ത ആൾക്കാർ. ഔ മുസ്തഅ്മനിൻ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അഭയം കൊടുത്ത അവിശ്വാസികൾ. ഇവർക്കൊക്കെ സുരക്ഷിതത്വം കൊടുക്കപ്പെട്ടതാ. അപ്പോൾ അവർക്കൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളെ തട്ടിക്കളയണം. എന്ത് ബുദ്ധിമുട്ട്? മിൻ ജൂഇൻ, വിശപ്പ്, വഅത്ഷിൻ, ദാഹം, വഅർയിൻ, നഗ്നത, വമറദിൻ, രോഗം. അവരുടെ വിശപ്പിനെ തടുക്കണം, അപ്പോൾ ആഹാരം കൊടുക്കണം. ദാഹം തടുക്കണം, വെള്ളം കൊടുക്കണം. നഗ്നതയെ തടുക്കണം, നഗ്നത വെളിവാകുന്നതിനെ തടുക്കണം, അപ്പോൾ അവർക്ക് വസ്ത്രം കൊടുക്കണം. അതേപോലെ രോഗം വരുമ്പോൾ ചികിത്സിക്കണം. ഇതൊക്കെ സാമൂഹ്യ ബാധ്യതയായ കാര്യങ്ങളാണ്.
മറ്റൊരു കാര്യമാണ് അംറും ബിമാറൂഫിൻ വ നഹിയുൻ അൻ മുങ്കരിൻ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കലും ചീത്ത കാര്യങ്ങളെ വിരോധിക്കലും. ഇത് നാട്ടിൽ നടന്നിരിക്കണം, സാമൂഹ്യ ബാധ്യതയാണ്. കാലത്താല അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വൽതക്കും മിങ്കും ഉമ്മ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായിക്കൊള്ളട്ടെ, യദ്ഊന ഇലൽ ഖൈരി, ആ സമൂഹം എന്തു ചെയ്യും? അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കും. വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ അവർ കൽപ്പിക്കും. വയൻഹൗന അനിൽ മുങ്കരി, ചീത്ത അവർ നിരോധിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ നിരോധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിക്കൊള്ളട്ടെ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിക്കുന്നവർ അവരാണ് വിജയികൾ. ആലു ഇമ്രാൻ സൂറത്തിൻ്റെ 104 ആയത്താണിത്. അപ്പം ഇങ്ങനെയുള്ള നന്മയും തിന്മയൊക്കെ വേർതിരിച്ച് പറയുന്ന ഒരാളുകൾ നാട്ടിലുണ്ടാകൽ ബാധ്യതയാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അനാചാരം കണ്ടാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ട് അവൻ ആ അനാചാരത്തെ ഇല്ലായ്മ ചെയ്തു കൊള്ളട്ടെ. ഫഇല്ലം യസ്തതി, അവന് കൈ കൊണ്ട് അവനതിലിടപെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട് അവൻ അതിനെ എതിർത്തു കൊള്ളട്ടെ. ഫഇല്ലം യസ്തതി, നാവ് കൊണ്ടും അങ്ങനെ എതിർക്കാൻ അവന് കഴിയുന്നില്ലെങ്കിൽ ഫബി ഖൽബിഹി, അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ അതിനെ എതിർക്കട്ടെ. എന്ന് പറഞ്ഞാൽ ആ അനാചാരത്തോടൊരു വെറുപ്പുണ്ടാകണം. വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും താഴത്തെ ഘട്ടം അതാണ്. കൽബ് കൊണ്ട് ഒരു വൃത്തികേട് നടക്കുമ്പോൾ ഹൃദയം കൊണ്ടുള്ള വെറുപ്പ് പോലും ആ വിഷയത്തോട് ഇല്ലെങ്കിൽ അവന് ഒരു ദുർബലമായ ഈമാൻ പോലും ഉണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വലൈസ ലി അഹദിൻ അൽ ബഹ്സു വത്തജസ്സുസു. ഇനി പറയട്ടെ, അനാചാരങ്ങളും മോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടുക്കണം, തടയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും പറ്റുകയില്ല അൽ ബഹ്സു വത്തജസ്സുസു, ജാസൂസിൻ്റെ പണിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ചാരപ്പണിയെടുക്കൽ, അറിയാതെ ചാരനായി പ്രവർത്തിക്കൽ. എന്നിട്ട് വഖ്തിഹാമുദ്ദൂരി ബിൽ ദുനൂനി, ഓരോരോ വിചാരങ്ങൾ വെച്ച് ഓരോ വീടുകളിലൂടെ അങ്ങനെ തള്ളിക്കയറലും, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അനാചാരങ്ങൾ മോശങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും എന്ന വെറും വിചാരങ്ങൾ വെച്ച് ഓരോ വീടുകളിലൂടെ പോയി കയറലും, എന്നിട്ട് അതിന് നടപടിയെടുക്കാനാണ് അല്ലെങ്കിൽ അനാചാരം തടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെല്ലൽ, അതൊന്നും ഒരാൾക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇല്ല ഇദാ അഖ്ബറഹു സിഖത്തുൻ, ഒരു വിശ്വസ്തനായ ഒരാളോട് പറഞ്ഞാലല്ലാതെ. എന്തു പറഞ്ഞു? ബിമൻ ഇഖ്തഫാ ബിമുങ്കരിൻ ലാ യുതദാറകു, അവിടെ ഒരാളുണ്ട്, അയാൾ ഒരു അനാചാരവുമായിട്ട് അയാൾ അവിടെ ഒളിച്ചു കഴിയുകയാണ്. അയാൾ ചെയ്ത ഒരു അനാചാരമുണ്ട്, വളരെ മോശപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യത്തിന് ഇനി ആ കാര്യം ഇല്ലായ്മ ചെയ്യാൻ, ആ കാര്യത്തിനെ വീണ്ടെടുക്കാൻ ഏതായാലും സാധിക്കൂല. കാരണം സംഭവം നടന്നു കഴിഞ്ഞു. ഉദാഹരണങ്ങൾ കത്തിലി, കൊല, ഒരാൾ വേറൊരാളെ കൊന്നിട്ടുണ്ട്, എന്നിട്ട് അതാ അവിടെ ഒളിച്ചു കഴിയുകയാണ്. കൊല നടന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ആൾ പോയി, ഇനി ആ ആളെ തിരിച്ചു കൊണ്ടുവരൽ, അയാൾ ഇനി വീണ്ടും ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് അത് നടക്കൂലല്ലോ, കാരണം കഴിഞ്ഞുപോയി ആ സംഗതി. അതാണ് വീണ്ടെടുക്കപ്പെടുകയില്ല. ഇയാളുടെ ഈ അനാചാരം, ഈ മോശപ്പെട്ട കാര്യം നടക്കാതെ അതിൽ നിന്ന് അയാളെ മാറ്റി ഈ പ്രശ്നം പരിഹരിക്കുക, അതേതായാലും ഇനിയിപ്പോൾ നടക്കൂല, കാരണം കൊല്ലപ്പെട്ടു പോയി. അതേപോലെ സിന, ഒരാൾ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു പോയി, വ്യഭിചാരം നടന്നു. അപ്പം അവിടെ ഇനി ഇവരാരെങ്കിലും ഇടപെട്ട് അവിടെ ഇടപെട്ടത് കൊണ്ട്
ആ വിഷയം നടക്കാതിരിക്കൽ എന്ന സംഗതി ഇനി അവിടെ ഇല്ല, കാരണം നടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കാര്യവുമായി, ഒരനാചാരവുമായി ഒരുത്തൻ അവിടെ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് ഒരാളോട് ഒരു വിശ്വസ്തനായ ഒരാൾ വന്നിട്ട് വിവരമറിയിച്ചു. അങ്ങനെ ഒരു വിവരമറിയിക്കൽ ഉണ്ടായാൽ ഫയജിബു ദാലിക ഹീനഇദിൻ, ആ സമയത്ത് ആ ആളെ വേണ്ട രീതിയിൽ ആ ആളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആളെ പിടിക്കലും അതേപോലെ തന്നെ അവിടെ അനാചാരത്തിനെതിരെ പ്രതികരിക്കലും ഒക്കെ അവിടെ നിർബന്ധമായ കാര്യമാകുന്നു. ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ഇവിടെ ഈ കിതാബിൽ സാമൂഹ്യ ബാധ്യതയായിട്ട് നാം ഇപ്പോൾ പറഞ്ഞത്.